ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേ. എന്തെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ വീട്ടിൽ മരം മുറിച്ചതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം എനിക്കാണ് കേട്ടോ. അതിലൊരു ചെറിയ പീസുമായിട്ട് ഇന്ന് ഞാൻ വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കീസും എടുത്തിട്ടുണ്ട്. ₹1 പോലും നമുക്ക് ചിലവില്ലാണ്ട് അടിപൊളിയായിട്ടൊരു ഹോം ഡെക്കർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു നൂലും ഒരു കത്രികയും ഇതുപോലെ കീസും, ഇത്രയും സംഭവങ്ങൾ മതി കേട്ടോ. കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലെടുക്കാം. ഇവിടേക്ക് ഇതിന് കീസ് എന്നാട്ടോ പറയുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പ്ലാസ്റ്റിക് കവർ, ഓക്കെ, ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് കുട്ടി ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. ഫസ്റ്റ് പെറ്റൽ റെഡിയായി. അടുത്ത പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 പെറ്റൽസ് മതി ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത്രയും ഈസി ആയിട്ട് ഒരു വർക്ക് വേറെ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലവർ പോരാ, ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫ്ലവർ ദേ ഇവിടെ റെഡിയായി. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമുക്ക് വെറുതെ ഒരു വീടിൻ്റെ മേൽക്കൂരയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, ഇത്ര മാത്രം. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിനി നൂല് വെച്ചിട്ട് അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്നല്ലോ, കെട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ സെയിം കളറ് നൂലുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കെട്ടിക്കഴിയുമ്പോൾ ആ നൂലിങ്ങനെ എടുത്തറിയിക്കും. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സെയിം കളറ് നൂലെടുക്കുക കേട്ടോ. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്ലവറാണ്. ആ ഒരു കമ്പിൽ നിറയെ ഫ്ലവർ ചെയ്തെടുക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ലീഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഫ്ലവറും പിന്നെ നമ്മൾ കാണിച്ച ആ ഒരു കമ്പും മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 കവർ വെച്ചിട്ട് ഉള്ള ഫ്ലവറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം ബ്രാഞ്ചസ് ഉള്ള കമ്പാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ കുറേ കാണുന്നില്ല, അത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. മെയിനായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ചെയ്താലും കാണാനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നലെ ഒരു ഓറഞ്ച് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ കമ്പ് വെച്ചിട്ട്. അത് വേറൊരു മരത്തിൻ്റെ കമ്പാണ് കേട്ടോ. ഇത് വല്ലഭം എന്ന് പറയുന്നൊരു മരത്തിൻ്റെ കമ്പാണ്. അതുകൊണ്ടാണ് ഇതിന് എനിക്ക് തോന്നുന്നു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ശിഖരമാണെന്ന് പറയാം. കാരണം കുറേ ഇതേപോലുള്ള ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർക്ക്, അതായത് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത് ഇതേപോലെ എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഓറഞ്ച് ട്രീ ചെയ്ത പോലെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ലീഫോ അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ ടേപ്പോ ഒന്നും ചുറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ ആവശ്യം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. കാരണം ഇതേ ലുക്കിൽ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് ഞാൻ കോപ്പി അടിച്ചതാണ് കേട്ടോ. എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മളടുത്തൊരു ഷോപ്പ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു, ഫർണിച്ചർ ഷോപ്പ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും ഇതേപോലുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ തീരുമാനിച്ചതാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കണമെന്ന്. മേടിക്കണമെന്നല്ല കേട്ടോ, ഉണ്ടാക്കണമെന്ന്. മേടിക്കാൻ പോയി നമ്മൾ വെറുതെ എന്തിനാണ് പൈസ കളയുന്നത്? ₹1 പോലും ചിലവില്ലാണ്ട് നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാമെങ്കിൽ അതല്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് ഇന്ന് ഞാനിത് മേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ റൈഹു എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, അവിടെ ഇരുന്ന അതേ ഫ്ലവർ തന്നെ അല്ലേ ഇതെന്ന്. അപ്പോൾ അതേ ഫ്ലവർ അല്ല, അത് ഒരു പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസിലോ ചെയ്തിരിക്കുന്നതായിരിക്കാം. ഇത് നമ്മൾ കമ്പും നമ്മുടെ കീസും മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. ലുക്കിൽ ഒരുപോലെയാണ്, അതാണല്ലോ പ്രധാനം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഈ ഒരു ഇതിൽ മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം അങ്ങ് കെട്ടി കൊടുക്കുക. ഇച്ചിരി പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രാഞ്ചസിൻ്റെ ഇതിൽ കൂടി നൂല് കുരുങ്ങാതെ നോക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കെട്ടി കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എളുപ്പമുള്ള എന്തെങ്കിലും പരിപാടീസ് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അല്ലാണ്ട് ഇത് ഫുള്ളായിട്ട് ചെയ്യുന്ന കാണിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും നന്നായിട്ട് ഷോൾഡർ പെയിൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മൊത്തത്തിലാക്കാം. ഓക്കെ, അപ്പോൾ അതേ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം. അപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഞാനൊരു ഫ്ലവർ പോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇതിൻ്റെ അടുത്തിരുന്നൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റും. അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. രസമല്ലേ? നല്ല ഭംഗിയില്ലേ? അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ ഹെയർ ബോയും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കാണിച്ച് തരുമ്പോഴത്തേക്കും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആൾക്കാർ എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ സെൻഡ് ചെയ്ത് തരാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ ഇട്ട് തരണം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.